പുറത്തിറങ്ങിയിരിപ്പുണ്ട്. ഡ്രൈവർ കാൽ കുടുങ്ങിയിട്ട് കൂടി കിടക്കുക. അവിടെ ഫയർഫോഴ്സ് വന്നിട്ട് അവരെ കട്ട് ചെയ്ത് ഇതിനകത്ത് കുടുങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെ ഡോറ് പൊളിച്ച് എടുക്കുകയായിരുന്നു അവർ. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം പരിയാപുരത്ത് വീണ്ടും വാഹനാപകടം. എറണാകുളത്തു നിന്നും വയനാട്ടിലേക്ക് ചരക്കുമായി പോയ എയ്ച്ചർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. തലകീഴായി മറിഞ്ഞ ലോറിയുടെ ക്യാബിനിൽ അകപ്പെട്ട ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. അങ്ങാടിപ്പുറം പരിയാപുരം വളവിൽ എയ്ച്ചർ ലോറി തലകീഴായി മറിഞ്ഞാണ് അപകടമുണ്ടായത്. എറണാകുളത്തു നിന്നും വയനാട്ടിലേക്ക് ചരക്കുമായി പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. തലകീഴായി മറിഞ്ഞ ലോറിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ഡ്രൈവർ. കൂടെയുണ്ടായിരുന്നയാൾ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് ലോറിയുടെ ഡോർ വെട്ടിപ്പൊളിച്ച് ഡ്രൈവറെ പുറത്തെടുത്തത്. വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞതായി നാട്ടുകാർ പറഞ്ഞു. ഇതിപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒന്നിനു പുറകെ ഒന്നായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ഇവിടെ ഉള്ള ഞങ്ങളൊക്കെ ഈ അയൽവാസികളാണ്. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ പേടിയായിരിക്കുകയാണ്. ഒരു വണ്ടി വരുന്നതാണ് ഇപ്പം തന്നെ. ഇതിനിപ്പം ഇന്നലെ രാത്രി ഒരു 2 മണിയോടടുത്തപ്പോഴാണ് ഇത് വരുന്നത്. വണ്ടി വന്നു, ബ്രേക്ക് പോയി എന്നാണ് ഡ്രൈവർ പറയുന്നത്. ഡ്രൈവർ അതിനകത്ത് കുടുങ്ങി. കൂടെ ഉണ്ടായിരുന്ന ആൾ പുറത്തിറങ്ങി. പിന്നെ ഡ്രൈവറെ ഡോറൊക്കെ പൊളിച്ചാണ് പുറത്തിറക്കിയത്. അവിടെ ഡ്രൈവർ ഓരോ ഗളിയാണോ എന്ന് പുറത്തിറങ്ങിയിരിപ്പുണ്ട്. ഡ്രൈവർ കാൽ കുടുങ്ങിയിട്ട് കൂടി കിടക്കുക. അവിടെ ഫയർഫോഴ്സ് വന്നിട്ട് അവരെ കട്ട് ചെയ്ത് വെള്ളമൊക്കെ ഇവിടെ ഇറക്കി എടുത്ത് ആംബുലൻസിന് കൊണ്ടുപോയി. പ്രദേശത്ത് അപകടം നിത്യസംഭവമാകുമ്പോൾ ഇനിയെന്ത് പരിഹാരം കാണണമെന്നറിയാതെ കുഴങ്ങുകയാണ് ജനപ്രതിനിധികൾ. മേഖലയിൽ അപകട സൂചനാ മുന്നറിയിപ്പും സംരക്ഷണ ഭിത്തിയും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അപകടക്കെണി ഒഴിയാത്തതിനാൽ കൂടുതൽ നടപടിക്രമങ്ങൾ ആലോചിക്കുകയാണ് ജനപ്രതിനിധികൾ. പ്രദേശവാസികളുമായി ചേർന്ന് PWDയുമായി സഹകരിച്ച് അപകടക്കെണി ഒഴിവാക്കാനുള്ള വഴി തേടുമെന്ന് വാർഡ് മെമ്പർ അനിൽ പുലിപ്ര പറഞ്ഞു. ചീർട്ടാമലയിൽ നിങ്ങൾ വരുന്ന ഭാഗങ്ങളിലെ ഈ വളവുകളിലെ കുറച്ച് സ്ഥലങ്ങൾ വ്യക്തികൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് PWന്ന് ഫണ്ട് കൊണ്ടുവന്ന് നമുക്ക് ഈ കെട്ടിയത് മാതിരിയുള്ള പാർശ്വഭിത്തികൾ നമുക്ക് കെട്ടാൻ വേണ്ടി കഴിയും. അത് നമ്മൾ ചെയ്യുക തന്നെ ചെയ്യും. വിരലിലെണ്ണാവുന്ന അപകടങ്ങൾക്കല്ലിപ്പോൾ പരിയാപുരം വേദിയായിരിക്കുന്നത്. പലരും ജീവഹാനിയിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത്. ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന ഇടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പരിയാപുരം. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പാലൂർ തൈപ്പൂയ രഥോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ്, പുലാമന്തോൾ.